Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. V.D. സതീശൻ ഇനി കേരളത്തെ നയിക്കും. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച AICC ആഘോഷമാക്കിയ അണികൾ. വലിയ ഉത്തരവാദിത്വമെന്ന് V.D. സതീശൻ. 102 സീറ്റോട് കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ. V.D. സതീശന് എല്ലാ പിന്തുണയും നൽകുമെന്നും KC സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലിക ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF-ന്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അതൃപ്തി പ്രകടിപ്പിച്ച് KC അനുകൂലികൾ. KCക്കെതിരായി നടന്നത് സംഘടിതമായ ആക്രമണമെന്ന് പഴകുളം മധു. കടുത്ത പ്രതിഷേധത്തിൽ രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ ചേരില്ല. നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുക്കില്ല. പിന്തുണയറിയിച്ച് കത്ത് നൽകും. KPCC ആസ്ഥാനത്ത് V.D. സതീശന് വൻ സ്വീകരണം. AK ആന്റണിയെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി. ആശംസകൾ നേർന്നും 2001 അനുഭവം ഓർമ്മിപ്പിച്ചും ആന്റണി. കേരളത്തെ നയിക്കാൻ തെക്കേ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റായി വികസന കാര്യത്തിലും ജനക്ഷേമ കാര്യത്തിലും ഒന്നാമത്തെ സ്റ്റേറ്റായി കേരളം നയിക്കാനുള്ള നിയോഗം കോൺഗ്രസ് പാർട്ടി UDF V.D. സതീശനായി സന്തോഷിക്കുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് ജനങ്ങൾക്ക് ആന്റണിയുടെ മുന്നറിയിപ്പ്. V.D. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാത്രി 7-ന് സതീശൻ ഗവർണറെ കാണും. മന്ത്രിസഭാ രൂപീകരണത്തിൽ കരുത്തു കാട്ടാൻ KC പക്ഷം. ലീഗ് മന്ത്രിമാരെ വൈകാതെ തീരുമാനിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. V.D. സതീശൻ മുഖ്യമന്ത്രിയായത് നിരാശപ്പെടുത്തുന്നുവെന്ന് NSS. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന് ആവർത്തിച്ച് G. സുകുമാരൻ നായർ. സതീശൻ സർക്കാർ 5 വർഷം പൂർത്തീകരിക്കുമോ എന്ന് കണ്ടറിയാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ.